Reflex Tech Valley എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ബോർഡാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോർഡാണ്. അതായത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ രീതിയിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഈ PCBയും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. ഹീറ്റ്സിംഗ് ഉൾപ്പെടെ നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കമ്പോണൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് പവർട്രിക്കിലാണ് ചെയ്യിക്കുന്നത്. PCB അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മളതിൻ്റെ കമ്പോണൻറ്റുകളെല്ലാം പവർട്രിക്കിൽ ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള ഹീറ്റ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പവർട്രിക്കിൻ്റെ ഫോൺ നമ്പർ ഞാൻ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹത്തെ വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ്. ഈ ബോർഡുകൾ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കെങ്കിലും രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് 5 ചാനൽ ഉപയോഗിക്കാനായിട്ടും ഒന്ന് 7 ചാനൽ ഉപയോഗിക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് 50 വാട്ട് വീതം 5 ചാനലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് 5 ICയിൽ നമ്മൾ 7 ചാനലാണ്. അതായത് സൈഡും റിയറും ബാക്കും 25 പ്ലസ് 25 ആണ് കിട്ടുന്നത്. ടോട്ടൽ വാട്ട് രണ്ടിൻ്റെയും ടോട്ടൽ വാട്ട് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. 5 ചാനൽ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് 50 വാട്ടും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് 50 വാട്ടും സെൻറ്റർ 50 വാട്ടും അതുപോലെ തന്നെ സറൗണ്ട് അതായത് റിയർ ലെഫ്റ്റ് റൈറ്റ് 50 ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് രണ്ട് നോക്കുകയാണെങ്കിൽ 50 വാട്ട് വീതമാണ് എല്ലാ ICയിലും കിട്ടും. ടോട്ടൽ വാട്ട് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. ഇനി ഈ ബോർഡിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തായിട്ട് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ 5 ചാനൽ ബോർഡ് വരുന്നത്. ഇതിൽ സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 5 IC Tda7265 ആണ് അതിനകത്ത് 5 ICകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ അതുപോലെ തന്നെ നമുക്ക് DC വോൾട്ട് 18 വോൾട്ട് വരെ നമുക്കിത് കൊടുക്കാൻ സാധിക്കും. വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. നമ്മൾ 12 കൊടുത്താലും ഈ പറഞ്ഞ പോലെ ഒരു 15-16 വോൾട്ടോളം DC വോൾട്ട് നമുക്ക് കിട്ടും. ഇതിൽ പ്ലസ് 0 മൈനസ് ഇതാണ് പവർ സപ്ലൈ ഇൻപുട്ട് വരുന്നത്. പിന്നെ സ്പീക്കർ ഔട്ടുകളാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇത് 2 വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇത് സെൻറ്റർ ചാനൽ പിന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ടുകൾ വരുന്നത്. ഇൻപുട്ട് ഇതിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇന്ന് സെൻറ്റർ സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് ഇങ്ങനെ എല്ലാവരും സ്പീക്കർ ഔട്ടുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ICകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന 50 വാട്ട് വീതമാണ് 5 ചാനലിലേക്കും. അതായത് ഓരോ ചാനലിൽ 50 വാട്ട് വീതം നമുക്ക് ലഭിക്കും. ഇതും ഗ്ലാസ് ബോക്സിലാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോർഡാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് റിഫ്ലെക്സ് ഓഡിയോ എന്നാണ്. ഇതിനകത്ത് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യിപ്പിക്കുന്ന 5 ചാനൽ ബോർഡാണ്. ഒരു വാട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഹീറ്റ്സിങ് നല്ല ഹെവി ആയിട്ട് തന്നെ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ഹീറ്റ്സിങ്ങുകളാണ്. ഇതാണ് നമ്മുടെ 7 ചാനൽ ആംപ്ലിഫയർ ബോർഡ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് 5 IC ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതും Tda7265 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ സപ്ലൈ ആണിത്. ഇത് DC വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. DC വോൾട്ട് നമുക്ക് ഏകദേശം ഒരു 18 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഒരു 12 കൊടുത്താലും മതി. അത് ഏകദേശം നമുക്ക് DC വോൾട്ടായിട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു 15 വോൾട്ടോളം ഔട്ട്പുട്ട് കിട്ടും. ഇതിനകത്ത് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പ്ലസ് ആണ് 0 മൈനസ് ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഇൻപുട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്തെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഇത് ഈ ICയിൽ നിന്ന് ഡയറക്റ്റ് 50 വാട്ടാണ് നമുക്ക് ഒരു IC കിട്ടുന്നത്. ഇതിനകത്ത് സ്പീക്കറിൻ്റെ പ്ലസും മൈനസും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലസും മൈനസാണ് ഈ ICയുടെ. ഇത് നമ്മൾ ഫ്രണ്ട് ചാനൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൊടുക്കുക. ഇത് സെൻറ്റർ ചാനൽ. പിന്നെ വന്നിരിക്കുന്നതാണ് ഈ ICയിൽ നിന്ന് നമ്മൾ സ്റ്റീരിയോ മോഡിലേക്കാണ്. ഇതെല്ലാം മോണോ മോഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3 ICയും മോണോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ICകൾ 2 സ്റ്റീരിയോ മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 2 ചാനലാണ് ഒരു ICയിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഇൻപുട്ടും അതിനുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മളിത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിൽ സൈഡ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുക 2 ചാനൽ. പിന്നെ സറൗണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 ചാനലായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സെപ്പറേറ്റ് ഇൻപുട്ടാണ് എല്ലാത്തിനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് സിംഗിളായിട്ട് നമുക്ക് കൊടുക്കാം. ഇതാണ് 7 ചാനൽ ബോർഡ് വരുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഗ്ലാസ് ബോക്സ് PCBയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ICകളെല്ലാം ഒറിജിനലാണ്. ഹീറ്റ്സിങ് ഇത്തിരി ഹെവി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം റിഫ്ലെക്സിന് എഴുതി വരുന്ന ബോർഡ് നമുക്കായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർട്രിക്കിൻ്റെ ബോർഡ് ഇതേപോലെ തന്നെ സെയിം കിട്ടും. അതിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുത്തേക്കാം. അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുക എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്. 5 ചാനലാണോ 7 ചാനലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഹീറ്റ്സിങ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാനോ അല്ലെങ്കിൽ ചെന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.